അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് വീണിട്ട് തെങ്ങ് വീണിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ പണിയല്ല, അത് പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പറഞ്ഞു ആൾ മേടിച്ചും കൂടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു. ആള് ജസ്റ്റ് ഒന്ന് മേടിച്ചൊന്നും നോക്കുകയെങ്കിലും ചെയ്തില്ല. വേലായുധൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേലായുധൻ ചേട്ടനെ നമ്മൾ അറിയുന്നത് സുരേഷ് ഗോപിക്ക് ഒരു അപേക്ഷയുമായി സുരേഷ് ഗോപി MP-യുടെ അടുത്തേക്ക് ഒരു അപേക്ഷയുമായി പോയതിന് ശേഷം അത് നിരാകരിക്കുകയാണ്. ശേഷം മടങ്ങിയെത്തിയ വേലായുധൻ ചേട്ടനെയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നത് അദ്ദേഹം അപേക്ഷ വാങ്ങാതിരുന്നത് വിഷമിപ്പിച്ചോ? വിഷമമുണ്ടായി. എന്തായിരുന്നു അപേക്ഷയിൽ കൊടുത്തിരുന്നത്? അപേക്ഷയിൽ വീട് 2 കൊല്ലമായി തെങ്ങ് വീണിട്ട് ഇതായിരുന്നു. എപ്പോഴായിരുന്നു അവിടെ പോയത്? ആ പരിപാടി തുടങ്ങി കഴിഞ്ഞതിന് ശേഷമായിരുന്നു അപേക്ഷ കൊടുക്കാൻ പോയത്? ആ പരിപാടി തുടങ്ങി. അപ്പം ഞങ്ങളവിടെ ചെന്ന് നിൽക്കായിരുന്നു. അപ്പം ഞങ്ങളോട് ആൽത്തറമ കയറി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3-4 ആളെ ആൽത്തറമ കയറി ഇരുത്തി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കസേരം പണ്ടിലിട്ട് പിന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അരിത്തിരുന്നു 2 ആൾ. ഞാനും കൃഷ്ണന് പേരായിട്ട് ഇരുത്തുണ്ടായിരുന്നു. അവനും അപേക്ഷ കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുത്തിരുന്നു. അങ്ങനെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു, വേറൊരാൾ അപേക്ഷ കൊടുത്തു. ചേട്ടൻ അപേക്ഷ ഇപ്പൊ മുന്നിലുണ്ടായിരുന്ന ആള് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കൊടുത്തതിന് ശേഷമായിരുന്നോ ചേട്ടൻ? അത് കൊടുക്കുന്നുണ്ടപ്പോൾ ഞാൻ എനിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ ഇത് ഞങ്ങളുടെ പണിയല്ല, അത് പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് വീണിട്ട് തെങ്ങ് വീണിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ പണിയല്ല, അത് പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പറഞ്ഞു ആൾ മേടിച്ചും കൂടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്നു. പരിഹരിക്കാന്ന് പറഞ്ഞില്ലെങ്കിലും അപേക്ഷ വാങ്ങിച്ചാൽ മതിയായിരുന്നു അങ്ങനെ തോന്നി. നമ്മൾ വിചാരിച്ച കാര്യമല്ല അവർ തോന്നുന്നത്. അപ്പം നമ്മൾ എവിടെ എന്തെങ്കിലും അപേക്ഷ കൊടുക്കാൻ നമ്മളത് കൊടുക്കുമ്പോൾ മേടിക്കാറുണ്ട് പല ആൾക്കാർ പല സ്ഥലത്തും പോയിട്ട്. അപ്പോൾ അത് മേടിക്കുന്നുള്ള ധാരണയിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ അതേപോലെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. പക്ഷെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിൽ തോന്നി എന്താ കാര്യം നമ്മൾ ഇവിടെ നമ്മുടെ ഗ്രാമത്തിൽ വന്നിട്ട് നമ്മൾ പ്രേരണ ബന്ധത്തിലൂടെ പറയുന്നത് ശരിയില്ല എന്നാലോചിച്ച് അങ്ങനെ ഒന്നും വേണ്ടിയില്ലേ. അങ്ങനെ ഇതൊക്കെ കണ്ട് മകനവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അപ്പോൾ കൃഷ്ണ ഇത് കണ്ടപ്പോൾ അവൻ കൊടുത്തില്ലേ, വടക്കേ പുള്ളിയുള്ളതാണ്, അവൻ കൊടുത്തില്ല. നമുക്ക് അവന് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു, ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത് കാര്യമില്ല. ചേട്ടാ ഇതിന് മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലൊക്കെ? പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെമ്പറോടൊക്കെ എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പോയി അന്വേഷിച്ചു. പിന്നെ ബ്ലോക്കിൽ പോയി. അപ്പോൾ പറഞ്ഞു നമ്മുടെ മകൻ ആയി പോയിട്ടുണ്ടായിരുന്നു ബ്ലോക്കിൽ. അപ്പോൾ അച്ഛനെ കൂട്ടി കൊണ്ടുവരാണ് അവിടുത്തെ ഓഫീസർ പറഞ്ഞു. അച്ഛനെ കൂട്ടി കൊണ്ടുവരണ്ട, വയ്യാത്തല്ലേ, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അവരായിട്ട് മകനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഗ്രാമസഭ അങ്ങനെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഗ്രാമസഭ അങ്ങനത്തെ പരാതി കൊടുത്തിട്ടുണ്ട്. ഗ്രാമസഭയിൽ ഇവിടെ ഇതുണ്ടായിരുന്നു കഴിഞ്ഞ 4-ാം തീയതി അദാലത്താ. അവിടെ അതിൻ്റെ പകർപ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാനില്ലേ. എല്ലാവരുടെയും പരാതി കൊടുത്തിരുന്നു. കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു പരിഹാരം ഇല്ലാതായപ്പോഴാണോ സുരേഷ് ഗോപിയെ സമീപിക്കാൻ? അത് പറഞ്ഞപ്പോൾ നമ്മുടെ മക്കളും പറഞ്ഞു അച്ഛനെ അപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞു, അത് കൊണ്ട് കൊടുക്കണം പറഞ്ഞു. അങ്ങനെ അത് കൊണ്ട് കൊടുത്തതാണ്. ഈ പ്രശ്നം നടന്നതിന് ശേഷം CPM നേതാക്കളൊക്കെ ഇവിടെ വന്നിരുന്നോ? MLA വന്നു. അത് കഴിഞ്ഞു പിന്നെ മറിച്ചുപാട്ട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ അവർ വന്നു, പാർട്ടിക്കാർക്ക് വന്നു. അവരിപ്പം നിലവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? MLA പറഞ്ഞു പരിഹരിക്കാം, അതിന് 2 ദിവസത്തിലത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് MLA ആവൊന്നും ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സന്തോഷായോ? BJP-ക്കാരെങ്കിലും വന്നിരുന്നോ? BJP-ന്റെ നേതാക്കൾ ആരെങ്കിലും വന്നോ? BJP-കാർ ആരും വന്നു അല്ല, അവർ വന്നു ഇവരൊക്കെ പറഞ്ഞു എനിക്ക് മുന്നേ വന്നിട്ടുണ്ടാകും. ഇത് എങ്ങനെയായിരുന്നു ശരിക്കും വീടിന് ഇങ്ങനെ ഒരു അപകടം? വീട് ആ മൂലയിൽ തെങ്ങ് നടന്നു, അതങ്ങനെ വീണു, ചാഞ്ഞു പൊട്ടിയിട്ട് ഉച്ചടന്ന് വൈകുന്നേരമാണ്. അപ്പം ഞാൻ ആ റൂമിൽ കിടന്നു. പിന്നെ മരുമകൻ ഉണ്ടായിരുന്നു, CJ ഉണ്ടായിരുന്നു, ഇലവെള്ളം ഉണ്ടായിരുന്നു. വിളിക്കത്ത് പരിക്ക് പറ്റില്ലെങ്കിൽ 4 ആൾക്ക്
പരിക്ക് പറ്റി. അങ്ങനെ ജില്ലയിൽ പോയി കിടന്നു. അത് പരിക്ക് പറ്റിയിരുന്നു ആ സമയത്ത്. മരുന്ന് എഴുതിയാണ് പറ്റിയിരുന്നു. ഉം. അവർ സീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് അടിച്ചിട്ടുണ്ടായിരുന്നേ. അതുള്ള കാരണം ഓട് മുറിഞ്ഞതൊന്നും മേല് വീണില്ല. അത് വന്ന് മേല് ഇരുന്ന് വീഴുന്നു. അതിനകത്ത് പരിക്കൊന്നും പറ്റിയില്ല, വലിയ പൊട്ടും മുറിവൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായേ. സുരേഷ് ഗോപിക്ക് പരാതി കൊടുക്കാമെന്ന് ആരായിരുന്നു ചേട്ടനോട് പറഞ്ഞേ? അതെൻ്റെ മക്കൾ പറഞ്ഞാണ്. പിന്നെ അവരും പറഞ്ഞു, മന്ത്രി വേണ്ടെന്ന് പറഞ്ഞു, BJP-കാർ. അങ്ങനെയാണ് പോയി പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. പ്രതീക്ഷ ഉണ്ടായിരുന്നോ അദ്ദേഹം ഇടപെടും, എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ എന്തെങ്കിലും പരിഹാരം കാണുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവിടുന്ന് മറുപടി ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു. എന്താ വിഷമിപ്പിച്ച ആ സമയത്ത് ശരിക്കും? എന്താ ശരിക്കും ആ സമയത്ത് വിഷമിപ്പിച്ചത്? വിഷമമുണ്ടായി പറഞ്ഞു. അപ്പം എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പറയാൻ വരും. മന്ത്രിയോട് എന്തിട്ടോ പറയുന്നത്. ചേട്ടൻ ഇപ്പം എത്ര വയസ്സായി? 77 വർഷം. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു, കാല് പോയാണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പറഞ്ഞെന്നോട് ഡോക്ടർ കോഴിക്കോട് ഓപ്പറേഷൻ ചെയ്യാം, ഒത്തിരി കാശുകൾ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പൊന്നും വേണ്ടതാണ്. അങ്ങനെ മകനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയി. എറണാകുളത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസം അവിടെ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞ് 10-15 ദിവസം പിന്നെയും വേദന തുടങ്ങി. അവൻ രണ്ടാമതും പോയി, 2ാമത് ഓപ്പറേഷൻ ചെയ്തു. എന്തിൻ്റെ ആയിരുന്നു ഓപ്പറേഷൻ? എന്താന്നുള്ള ഞരമ്പ് ഇങ്ങനെ കണ്ടേ, കാലിങ്ങനെ ഞരമ്പൊക്കെ ഇവിടുന്ന് മുറിച്ച് ഇവിടുന്ന് മുറിച്ചൊക്കെ വെച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ആരും പ്രവേശിപ്പിച്ചില്ല. ഇവർ മരുന്ന് വേണമെന്ന് വെച്ചാൽ എഴുതി നീച്ചോട് കൊണ്ടുവരും, ഇവരും പ്രവേശിച്ചു. അവരെ കസ്റ്റഡിയിലായിരുന്നു. ഈ ചികിത്സാ ചെലവൊക്കെ കൊണ്ട് വീട് ആക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇവരിപ്പോ കുറെ കാലമായി തോന്നുന്നല്ലേ പരാതി കൊടുത്തിട്ടൊന്നും പരിഹാരം? ഇതുവരെയ്ക്ക് ആരും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ. അപ്പൊ ആ പാർട്ടിക്കാര് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളോട് വന്ന് സംസാരിച്ചാൽ മതി, പരാതി ഉണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കാന്ന് പറഞ്ഞു. എൻ്റെ അടുത്തും പറഞ്ഞു അങ്ങനെ വന്നിട്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു തിരികും പോണില്ല, അച്ചാച്ചന് നിങ്ങൾ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. എന്നു വെച്ചാൽ 2 കൊല്ലമായി അവരെ പേരാമിലിക്ക് തെങ്ങ് വീടിട്ട് കിടക്കണം, അച്ചാച്ചനാണെങ്കിൽ വയ്യാത്തതാ എന്ന് പറഞ്ഞു. BJP-ക്കാർ ഇവിടെ വന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഇവരുടെ അയൽവാസിയാണല്ലേ? അതെ അതെ, എൻ്റെ വീട് ഇതാണ്. അപ്പൊ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞ, ഇങ്ങനെ MP വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ അപേക്ഷ വെക്കണമെങ്കിൽ വെക്കാം എന്നൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെല്ലാരും പറഞ്ഞതുകൊണ്ടാണ് ചേട്ടനടക്കം പരാതിയായിട്ട് പോയതല്ലേ? അപ്പൊ ശരിക്കും നിങ്ങൾ വിചാരിച്ചത് ആ സമയത്ത് വാങ്ങിക്കും തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ അച്ചാച്ചൻ പരാതി കൊണ്ടുപോയപ്പോ ഒരു മേടിക്കുന്നു വിചാരിച്ചു, മേടിച്ചില്ല. ആള് ജസ്റ്റ് ഒന്ന് മേടിച്ചൊന്നും നോക്കുകയെങ്കിലും ചെയ്തില്ല. അപ്പൊ അതൊരു വിഷമായി എല്ലാവർക്കും. കാരണം സുരേഷ് ഗോപി MP-യുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായപ്പോഴാണ് ഭയങ്കര അങ്ങനെ ആ പാർട്ടിക്കാർ വന്ന് പറയും കൂടിയും ചെയ്തേ, അങ്ങനെ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് പരാതി കൊണ്ട് പോയത്. അപ്പോൾ ആളത് മേടിച്ച് വെച്ചാൽ മതി, നോക്കിയില്ലെങ്കിലും നമുക്കതപ്പോൾ ഒരു സന്തോഷമല്ലേ. അത് ചെയ്തില്ല ആള്. ഇപ്പം ഇവിടെ തൃശ്ശൂരാണെങ്കിൽ ഇപ്പൊ പലപ്പോഴായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ MP ചിലരോട് വാങ്ങിക്കാണ്ടിരിക്കുന്ന സംഭവവും ഒക്കെ വരുമ്പം ഇപ്പൊ ഇങ്ങനെ നാട്ടുകാർക്ക് എങ്ങനെയാ പരാതി കൊടുക്കാൻ ഒരു മടിയും പേടിയൊക്കെ ഉണ്ടോ? പേടിയൊന്നുമില്ല, ആള് പേടിക്കുന്ന വെച്ചിട്ടല്ല നമ്മൾ കൊണ്ട് ചെല്ലണത്. എന്തിനപ്പോ ആളെ പേടിക്കും? നമ്മളെ പോലെ ഒരു മനുഷ്യനെ ഞാനല്ലോ ആള്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയുണ്ടോ കൊടുക്കണേന്? പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കണ? മടി തോന്നുന്നുണ്ടോ ആളുകൾക്ക്? ഞാൻ മടിയായിട്ടാണ് ഞാൻ പോയില്ല. എന്താ പറ്റി? ഞാൻ കുറേ സ്ഥലത്ത് എൻ്റെ വീട് ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഏത് നേരത്ത് വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം. അതേപോലെ ഞാൻ കുറേ ആൾക്കാരെ പാർട്ടിക്കാരെ കണ്ട് സംസാരിച്ചു, ആരും ഇതേവരയ്ക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം മെമ്പറോട് പറഞ്ഞിട്ട് ഇപ്പോൾ ആള് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലൈഫിൽ ഇതേവരയ്ക്കും ഒന്നായിട്ടില്ല. ഞാനും എൻ്റെ മോളും മാത്രമുള്ള വീട്ടിൽ. ഇവിടെ ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ? പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ.